മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ നിന്ന് റെലഗേറ്റ് 2000-2001 സീസണിൽ മാൻ സിറ്റി പ്രീമിയർ ലീഗിൽ നിന്ന് റെലഗേറ്റ്. ആ സീസണിൽ മാൻ സിറ്റിക്ക് ഒപ്പം റെലഗേറ്റ് ആയി പോയ മറ്റൊരു ടീമായിരുന്നു കോവൻട്രി സിറ്റി. മാൻ സിറ്റി ഒരു സീസണിനപ്പുറം പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തി. 2002-2003 സീസണിൽ അവർ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തി. അവസാനത്തെ ഒരു 10 സീസൺ നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി. എന്നാൽ കോവൻട്രി സിറ്റിയുടെ അവസ്ഥ എന്തായി? മാൻ സിറ്റിക്കൊപ്പം റെലഗേറ്റ് ആയി പോയ കോവൻട്രി സിറ്റി 25 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. 1992 പ്രീമിയർ ലീഗ് തുടങ്ങിയത് മുതൽ കോവൻട്രി സിറ്റി പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നു. എന്നാൽ 2000-2001 സീസണിൽ അവർ റെലഗേറ്റ് ആയി പോയി. അതിനുശേഷം ഇപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് കോവൻട്രി സിറ്റി എത്തിയിരിക്കുകയാണ്. കോവൻട്രി സിറ്റി എന്ന് പറയുന്ന ടീമിലെ ഒരു പ്ലെയറിനെ എനിക്കറിയത്തില്ല, ഒരു പ്ലെയറിനെ. എന്നാൽ അവരുടെ കോച്ചിനെ എനിക്കറിയാം. ഫ്രാങ്ക് ലംപാർഡാണ് അവരുടെ കോച്ച്. 2024-25 സീസണിൽ ചാമ്പ്യൻഷിപ്പിൽ അവർ പ്ലേ ഓഫ് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രീമിയർ ലീഗിലേക്ക് വരാനുള്ള പ്ലേ ഓഫ് വരെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്ലേ ഓഫിൽ അവർ വീണുപോയി. കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായി അവർ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. 46 മത്സരങ്ങളിൽ നിന്ന് അവർ നേടിയത് 95 പോയിന്റുകളായിരുന്നു. ഫ്രാങ്ക് ലംപാർഡിന്റെ കീഴിൽ 25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് എത്തുകയാണ് കോവൻട്രി സിറ്റി. കോവൻട്രി സിറ്റിയുടെ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ മത്സരം ആഴ്സണലിനെതിരെയാണ്. അതായത് ഈ ഒരു പ്രീമിയർ ലീഗിലെ ആദ്യത്തെ മത്സരം ആഴ്സണലും കോവൻട്രി സിറ്റിയും തമ്മിലാണ് നടക്കുന്നത്.